ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ CMA. ഞാൻ സി അശ്വിനി. ഞാൻ CMA ജെഫ്രി. ഇന്ന് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എവിടെ നോക്കിയാലും ACCA, CA, CPA, 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്നൊക്കെയാണ് കാണുന്നത്. ഗ്യാരണ്ടീഡ് ജോബ്, ലക്ഷങ്ങളുടെ സാലറി, ലൈഫ് സെറ്റ്, ഇതെല്ലാം ശരിയാണോ? ഞങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ ആഡ്സ് കണ്ടിട്ട് ജോബിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഡിസിഷൻ ഒന്ന് ഫൈനലൈസ് ചെയ്യുക. സോ പറയൂ അശ്വിൻ, എന്താണ് തോന്നുന്നത്? 21-ാം വയസ്സിൽ CA കംപ്ലീറ്റ് ചെയ്ത് ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ +2 കഴിഞ്ഞതിന് ശേഷമാണ് CAക്ക് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ 23-ാം വയസ്സിലാണ് ഞാൻ CA കംപ്ലീറ്റ് ചെയ്തത്. +2 കണ്ടുവന്നിരുന്ന ഒരു സ്റ്റഡി മെത്തേഡോ എക്സാം പാറ്റേണോ അല്ല CA. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തത്. അതിൻ്റെതായ സ്ട്രഗിൾസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡിഗ്രി ചെയ്യണ ഒരാളാണെങ്കിലും +2 ചെയ്യണ ഒരാളാണെങ്കിലും CA കോഴ്സിലേക്ക് വരാനിരിക്കുന്നതിനേക്കാൾ മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഇതുവരെ കണ്ടുവന്നിരുന്ന ഒരു സ്റ്റഡി പാറ്റേണും ഒരു എക്സാം പാറ്റേണും അല്ല CAയിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലെവൽ ഓഫ് ഡെഡിക്കേഷനും പ്ലാനിങ്ങും നമ്മൾ മാറ്റണം. ഇതെല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 21-ാം വയസ്സിൽ CA പാസ്സാവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യെസ് പറ്റും. അല്ല, ഇതൊന്നും കൺസിഡർ ചെയ്യാണ്ട് നിങ്ങൾ ഈ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ 21-ാം വയസ്സിൽ നിങ്ങൾക്ക് CA ക്വാളിഫൈഡ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് എനിക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്. ഇനി ജെഫ്രി പറയൂ, 21-ാം വയസ്സിൽ CMA നമുക്ക് ശരിക്കും പാസ്സാവാൻ പറ്റും? അത് പോസിബിൾ ആണോ? ഞാൻ ഡിഗ്രിക്ക് ശേഷമാണ് CMAക്ക് ജോയിൻ ചെയ്യുന്നത്. അശ്വിനി പറഞ്ഞതുപോലെ 12ോ ഡിഗ്രിയിലോ നമ്മൾ പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പ്ലാൻ ചെയ്യുന്നത് പോലെയോ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ CAയോ CMAയോ ഒന്നും നമുക്ക് പരീക്ഷ പാസ്സാവാൻ പോലും പറ്റില്ല. നമ്മൾ +2ലും ഡിഗ്രിയിലൊക്കെ നമുക്ക് സബ്ജക്റ്റ് മെമ്മറൈസ് ചെയ്ത് പോയി എഴുതി കഴിഞ്ഞാലും ചിലപ്പോൾ പാസ്സാവും. ബട്ട് സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് +2ലും ഡിഗ്രിയിലൊക്കെ ജസ്റ്റ് പാസ്സാണ് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടതെന്നുണ്ടെങ്കിൽ തന്നെ 40 മാർക്സ് കിട്ടിയാൽ പാസ്സായി. ബട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോഴേക്കും 40 മാർക്സ് കിട്ടുന്നത് മാത്രമല്ല, പിന്നെ ആഗ്രിഗേറ്റ് ഒരു 4 സബ്ജക്ട്സ് ടുഗെദർ 200 മാർക്സ് ആവറേജ് കിട്ടിയാൽ മാത്രമേ പാസ്സാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഫെയിലായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാതെയാണ് പകുതി പിള്ളേർ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ആഡിൽ പറയുന്നത് പോലെ 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ് നിങ്ങൾ പാസ്സായാലാണ് ലൈഫ് സെറ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പാസ്സാവണമെന്നുണ്ടെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്നതിന് ഓവർ ആൻഡ് എബവ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യണം. യു ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്, യു ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ടു ലേണിംഗ്. എന്നാൽ മാത്രമേ 21-ാം വയസ്സിൽ പാസ്സായി ലൈഫ് സെറ്റ് ആവുന്നതിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുകയുള്ളൂ. സോ അതാണ് എനിക്ക് എൻ്റെ CMA ജേർണിയെ കുറിച്ച് പറയാനുള്ളത്. ആഡ് കണ്ടിട്ട് എൻ്റെ ലൈഫ് സെറ്റാവും, ഈ കോഴ്സ് ജോയിൻ ചെയ്ത് ഉറപ്പായിട്ട് എൻ്റെ ലൈഫ് സെറ്റാവും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ ഈ കോഴ്സസ് ജോയിൻ ചെയ്യരുത്. ഞങ്ങളത് തീർക്കില്ല. നിങ്ങളൊരു അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ക്ലാസ്സിന് പുറമെ നിങ്ങൾക്കൊരു 12 to 14 hours സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്ലാനോട് കൂടി കൃത്യമായ ടൈം ടേബിളോട് കൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 21-ാം വയസ്സിൽ CAയോ CMAയോ പാസ്സാവാൻ സാധിക്കും. ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആഡ് കണ്ട് മിസ്ലീഡ് ആവരുത്. ഈ സിലബസും ഈ സബ്ജക്റ്റിനും ഈ കോഴ്സിനെ പറ്റി നല്ലോണം സ്റ്റഡി ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ പ്രൊഫഷണൽ കോഴ്സസിലേക്ക് കടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള CA ജേർണിയും CMA ജേർണിയും ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫിനാൻസ് റിലേറ്റഡ് വേറെ കണ്ടന്റോ സജഷൻസോ റെക്കമെൻഡേഷൻസ് എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. Stay tuned for more videos. Bye. ബൈ.